ക്രെഡിറ്റ് കാർഡ് എടുക്കുവോ? ഇല്ല, റേഷൻ കാർഡ് എടുക്കുള്ളൂ. എന്നാ നിലക്കടല നാളെ കാശ് ഒന്ന് വാങ്ങിച്ചോളാം. പ്രഭുണ്ണനെ ഇനി എവിടെ പോയി തിരക്കുവോ എന്തോ. ഇനി നമുക്ക് അല്പം റെസ്റ്റ് എടുത്തിട്ടാവാം. ശരിയാ, എനിക്ക് ഒട്ടും നടക്കാനും വയ്യ. ഇതൊന്ന് പിടി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഇറക്കാം. നല്ലൊരു ജ്യൂസ് കുടിച്ചാലോ? അതിന് കാശ് എവിടെ? കാശ് കിട്ടിയാ കുടിക്കാലോ. നമുക്കിപ്പോ കഷ്ടകാലമായിരിക്കില്ലേ? ജാതകത്തിലുള്ളത് പോലെ എല്ലാം നടക്കും. തലയിലെഴുത്തിന് പെടലി ചൊറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളെ ആഹാരം കഴിച്ചിട്ട് 24 മണിക്കൂറായി. കൈ നീട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഫലം പറയാറില്ലയോ? ഹലോ, അയ്യോ, കഴിയില്ല എന്ന് പറയരുത്, പാവമല്ലേ. കൈരേഖ നോക്കി തലയ്ക്ക് മുകളിൽ ഞാന്ന് കിടക്കുന്ന ഫലം പറഞ്ഞു കൊടുത്താലും. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം. ഇപ്പോ സാമ്പത്തിക പ്രശ്നമുള്ള സമയം അല്ലേ? അതെ അതെ. ധനു, മകരം, കുംഭം, മീനം. ഭാര്യയുമായി വഴക്കാണെന്നോ? കല്യാണം കഴിച്ചിട്ടില്ല. അത് നന്നായി, ഇല്ലെങ്കിൽ ഭാര്യയായിട്ട് എപ്പോഴും വഴക്കായനെ. ഓഹോ. ധനു, മകരം, കുംഭം. മുഖലക്ഷണം കണ്ടാൽ തന്നെ അറിയാം ബുദ്ധി കുറവാണല്ലേ. എങ്ങനെ മനസ്സിലായി? ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കൈനീട്ടില്ലല്ലോ. പ്രശ്നം എന്താ? ഒന്നുമില്ല. മിഥുനം, കർക്കിടകം, ചിങ്ങം. ഈ മാസം 15 മുതൽ പണം വരും, ബുദ്ധി വരും, എല്ലാം മംഗളമാണ്. ഭീമ, കാശ് വാങ്ങിക്കോളൂ. കാശ് വരും. ബാക്കിയൊന്നുമില്ല, വന്ന വഴി തന്നെ തിരിഞ്ഞു നോക്കാതെ പൊക്കോളൂ. തിരിഞ്ഞു നോക്കരുത്, അത് ലക്ഷണക്കേടാണ്. പണം പോയാലും ഫലം അറിഞ്ഞല്ലോ. വിമലേ, തക്കാളി. ഇന്ന് ഇങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് വെച്ച് എപ്പോഴും പ്രതീക്ഷിക്കണ്ട. നീനക്കുഞ്ഞ് വന്നാ പിന്നെ സദാസമയം കുഞ്ഞിനോടൊപ്പം കറങ്ങണം. ഒള്ളി തീയെ. ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോഴും ഈ കൊഴ തന്നെ, മിലിറ്ററിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നപ്പോഴും ഈ കൊഴ തന്നെ. റിസൈൻ ചെയ്തതല്ലോ, മാലക്കണ്ണു വന്നപ്പോ പിരിച്ചുവിട്ടതല്ലേ. രണ്ടും ഒന്ന് തന്നെ. മിലിറ്ററി കുഴക്കുന്നത് പോലെ അല്ലാതെ ഇവിടെ ശരിക്കും കുഴകുഴാന്ന് കുഴച്ചാ ദേ കുഞ്ഞ് അമേരിക്കയിലേക്ക് പോകുമ്പോ നമ്മളെയും കൂടെ കൊണ്ടുപോകും. ആ ഒറ്റ ആഗ്രഹത്തിലാ ഈ കൊഴ. പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയായിട്ടും ശരിക്കും ഒരു മധുവിധം ആഘോഷിച്ചിട്ടില്ല. അമേരിക്കയിൽ പോയിട്ടായിരിക്കും ആ ഭീകര അന്തരീക്ഷം. ഇവിടെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ നമ്മുടെ ജോലി പോകും. അവിവാഹിതയായ പിയെ വേണോന്നാ പറഞ്ഞത്. അങ്ങനെ തന്നെ പറഞ്ഞാ ഇവിടെ ചേർന്നിരിക്കുന്നത്. പിന്നെ 6 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണും കാണത്തില്ല. ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. കണ്ണിന് കാഴ്ചയില്ലാത്തവരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലേ? ആഹാരം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കും. നീനെ കുഞ്ഞിന് കൊടുത്തിട്ട് നീ തപോന്ന് എന്റെ മുറിയിലോട്ട് വന്നോണം. അത് നടന്നത് തന്നെ. ഒരു കുഞ്ഞിക്കാല് കാണാൻ നിനക്ക് ആഗ്രഹമില്ലേടി? ഒരു കുഞ്ഞിക്കാല് കാണാൻ നിന്നാലേ ഈ വലിയ കാലും ഔട്ടാവും. വേഗം ആവട്ടെ, സമയമായി. ഒരു മാസം എങ്ങനെയെങ്കിലും കുഴച്ചും കുഴക്കാതെയും തള്ളി നീക്കിയ നീനെ കുഞ്ഞ് തിരികെ പോകുമ്പോ കൂടെ നമുക്കും അമേരിക്കയിൽ പോവാം. അവിടെ എത്തിയ എന്റെ മാലക്കണ്ട പ്രശ്നം തീർന്നു. അതെങ്ങനെ? ഇവിടെ രാത്രിയാവുമ്പോ അവിടെ പകലല്ലേ. നല്ല ബുദ്ധി. വെറുതെ അല്ല മിലിറ്ററിന്ന് പറഞ്ഞയച്ചത്. എന്റെ കുഴ തീർന്നു. നീനെ കുഞ്ഞിപ്പോ എവിടെ എത്തിയിട്ടുണ്ടാവും? ഇപ്പൊ ഫ്ലൈറ്റ് ഇറങ്ങി കാണാം. കണ്ടോ, ഇതാണ് ടെണ്ടുൽക്കർ രേഖ. ഇത് മുകളിലേക്ക് പോയാൽ ഗാംഗുലി രേഖയാവും. അപ്പൊ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ജോലി കിട്ടും. നേരെ മറിച്ച് ഇത് താഴോട്ട് പോയാൽ കപിൽ ദേവ രേഖയിലോട്ട് കയറും. നിങ്ങൾ വീണ്ടും ഇതേപോലെ തെണ്ടി നടക്കേണ്ടി വരും. അത് അനുഭവിക്കാൻ നിർവാഹമുള്ളൂ. ഭീമാ, കാശ് വാങ്ങിക്കോളൂ. കാശടെ. ശരീരം നോക്കണം, നല്ല ജ്യൂസൊക്കെ വാങ്ങി കഴിക്കണം കേട്ടോ. കാശ് കൂടുതലുണ്ടെങ്കിൽ ഡെയിലി ചിക്കൻ ബിരിയാണി കഴിക്കാം. നോയമ്പ് മുറിക്കരുതെന്ന് മാത്രം നോക്കിപ്പോണം. ഹസ്തരേഖാശാസ്ത്രം, മരണം, വിവാഹം, വിവാഹമോചനം, ക്ഷുദ്രം, ക്ഷുദ്രപ്രയോഗം, ഒഴിപ്പിക്കൽ, ഹസ്തരേഖാശാസ്ത്രം. നീ പോയി കസ്റ്റമേഴ്സിനെ പിടിച്ചോണ്ട് വാ ഭീമ. അതിന് പോയി പിടിക്കണം, ഇങ്ങോട്ട് വരില്ലേ? എന്നാലും നമ്മുടെ ഭാഗത്തൂടി ശ്രമം വേണം. ചെല്ല്. ഞാൻ ശ്രമിച്ചില്ല. ഹസ്തരേഖാശാസ്ത്രം, മരണം, വിവാഹം, വിവാഹമോചനം, ക്ഷുദ്രം, ക്ഷുദ്രപ്രയോഗം, കൈരേഖ, മുഖലക്ഷണം, ശരീരലക്ഷണം കടന്നു വരൂ. കൈരേഖകൾ നോക്കി ഫലം പ്രവചിക്കുന്ന ലോക പ്രശസ്തനായ ഹസ്തരേഖ വിദഗ്ധൻ വാസുദേവ ഭട്ടാചാര്യ MG റോഡിലുള്ള ബോധിവൃക്ഷത്തോട്ടിൽ ക്യാമ്പ് ചെയ്യുന്നു. വാസുണ്ണ, ഇങ്ങോട്ട് വന്നേ. എന്താടാ? ഒരു രഹസ്യം പറയുന്ന, ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ 40 രൂപയില്ലേ? എനിക്ക് വയറ് വിശന്നു വയ്യ. ഒരു ബിരിയാണി വാങ്ങി 2 കൂടെ കഴിക്കാം. ഒറ്റ ഇടി വെച്ചെന്നുണ്ടല്ലോ. എടാ, അല്പം കൂടി വെയിറ്റ് ചെയ്യേ. പയ്യത്തുന്ന ഫുൾ ബിരിയാണി തിന്നാം. കാറൊക്കെ കിട്ടിയോ വലിയ ആളായി കാണും. നമ്മളെ കണ്ടു കാണില്ല.
ഇനി അങ്ങോട്ട് ഉയർച്ചയുടെ കാലമാ. ആ ദക്ഷിണ തന്നോളൂ. വരട്ടെ. ഇതെന്താ നേർപ്പാട്? ഇത് ഞങ്ങളുടെ സീറ്റാ. ഞാനൊന്ന് നാട്ടിൽ പോയി വന്നതിനിടയ്ക്ക് എന്റെ സ്ഥലം അടിച്ചെടുക്കാൻ നോക്കിയല്ലേ? ഒന്ന് എഴുന്നേറ്റ് പോയപ്പോഴേക്ക് സീറ്റ് പോയല്ലോ. ഇത് രാഷ്ട്രീയക്കാരെക്കാളും കഷ്ടമായി പോയല്ലോ ഭീമ. അല്ലെങ്കിൽ ഹസ്തരയെ നിർത്തുന്നതാണ് അണ്ണന് നല്ലത്. അണ്ണന്റെ ഒരു ദണ്ടുൽക്കർ. അണ്ണൻ എപ്പോഴാണ് അടി കിട്ടുമെന്ന് പേടിച്ചിരിക്കായിരുന്നു ഞാൻ. ആ ചേട്ടാ, ഇന്നത്തോടെ ഞങ്ങൾ ഹസ്തരേഖ നിർത്തുക. ഒരു മാല, ഈ ഹാഫ് ഉടുപ്പുകൾ എടുത്തിട്ട് ഒരു ഫുൾ ബിരിയാണിക്കുള്ള കാശ് തന്നാട്ടെ. അതാ എന്റെ ആഫം കൂടി കാശി. എന്റെ ടൈം ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടുക? വാടാ ഇങ്ങോട്ട്. എന്നെ കണ്ടിട്ട് ആരും തിരിച്ചറിയണല്ല. വാ. എന്നാലും നമ്മളെ കണ്ടിട്ട് ഒരു പരിചയഭാവം പോലും കാണിച്ചില്ലല്ലോ. ഇനി നമ്മളെ കണ്ടു കാണില്ലേ? കാണുകയൊക്കെ ചെയ്തു. ഞാൻ ചിരിച്ചു കാണിച്ചു, എന്നിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. അവൻ എവിടെ നിന്ന് ഇത്രയും വലിയ കാറും സെറ്റപ്പ് ഒക്കെ? അവന്റെ കൂടെ വൃത്തികെട്ട താടി വെച്ച ഒരു തകർത്തേറിപ്പോയില്ലേ, ചിലപ്പോ അവന്റെ നീ കാർ അടിച്ചു മാറ്റിയതായിരിക്കും. അതോ ബദ്രിയെ തട്ടി അയാളുടെ സ്വത്തെല്ലാം കൈക്കലാക്കിയോ? കാറിലിരിക്കുമ്പോഴുള്ള അവന്റെ ഒരു ഗമ ഒന്ന് കാണണമായിരുന്നു. അവൻ പുറത്തു വരുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അകത്തുപോയി പിടിക്കാം. അവൻ ഏറ്റുമുട്ടാൻ വന്ന എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. എന്നാ മിണ്ടായിരിക്കും. അതെ, എന്റെ കയ്യിൽ ഒരു 30 രൂപയുണ്ട്. നമുക്ക് അകത്ത് പോയി ഓരോ ചായ കുടിക്കാം, പ്രഭുവിനെ തപ്പുകയും ചെയ്യാം. 30 രൂപയുണ്ടാ? എന്നാ പിന്നെ എന്റെ കൂടെ വാ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇതെന്താ വെള്ളപ്പൊക്കത്തിന്റെയും ഭൂമി വിളിക്കത്തിന്റെയും പേരിൽ കാശ് പിരിക്കുന്നവരെ പോലെ കാർഡും ഒക്കെ ആയിട്ട്? അയ്യോ അണ്ണ, ഇത് മിനു കാർഡാ. എന്തൊക്കെ തിന്നാനുണ്ടെന്നും അതിന്റെ വില എത്രയാണെന്നും ഇതിലുണ്ട്. എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം. ഇത് താൻ തന്നെ വെച്ചോ. ചായക്ക് എന്താ വില? 15 രൂപ. എന്റെ അമ്മു, അണ്ണം പേടിക്കണ്ട, നമ്മുടെ 30 രൂപയില്ലേ 2 സ്ട്രോങ് ചായ. ആ പിന്നെ കുടിക്കാൻ തണുത്തുള്ളതുണ്ടാ? ശരി. അണ്ണാ, ഇന്നത്തേക്ക് പച്ചവെള്ളവും ചായയും കുടിച്ച് വയറ് വീർപ്പിക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ചായ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. ആ എങ്കിൽ രണ്ടുപേർക്കും കൂടി 50-50 ആയിട്ട് കുടിക്കായിരുന്നു. അതുകൊണ്ട് എന്ത് ഗുണം? ചായക്ക് 15 രൂപ, ബാക്കി 15 രൂപയ്ക്ക് ഉഴുന്നുവട ഓർഡർ ചെയ്യാമല്ലോ. ആ ബെസ്റ്റ്. അണ്ണാ, ഒരു ചായക്ക് 15 രൂപ ഉള്ളടുത്ത് ഉഴുന്നുവടയ്ക്ക് മിനിമം 30 രൂപയെങ്കിലും വരും. ആ അതാ വന്നു. ആ ഇതിപ്പോ 15 രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല. ഈ കപ്പ് സാസറിന് കൊടുക്കണം 100 രൂപ. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ആ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോവാ. ഒറ്റ ഇതെന്താ? ബില്ല്. ബില്ലും പുസ്തക രൂപത്തിലാണോ തരുന്നത്? 57 രൂപ 50 പൈസ. ചായ 2 30 രൂപ, മിനറൽ വാട്ടർ 20 രൂപ, ടാക്സ് 7.50. ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ 30 രൂപയേ ഉള്ളൂ. അതെ അതെ. എന്നാ വാ കിച്ചണിലോട്ട് അല്ല വെള്ളം കുടിച്ചിട്ട് സ്ഥലമാണ് ഇതെന്ന് അറിഞ്ഞില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ മാവരപ്പിക്കും അവൻ പറയണത്. ആ പ്രഭുണ്ണനാണെങ്കിൽ കാണാനുമില്ല. പ്രഭുവിനെ കണ്ടാ കാശ് ഞാൻ തരാം. മാന്യമാര് പറയുന്ന കേട്ടാ. നിങ്ങൾ എന്തിനാ ഇവിടെ കേറിയേ? പ്രഭുവിനെ ഞങ്ങളുടെ ഫ്രണ്ടാ. നിങ്ങൾ വരൂ. ഇയാള് കൊണ്ടുപോയി ഇനി വേറെ വല്ല പണി. താങ്ക് യു സർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സർ. ഇറ്റ്സ് ഓക്കെ. ഈ പ്രഭുവായിട്ട് എന്താ നിങ്ങളുടെ അടുപ്പം? കൊള്ളാം. ഞങ്ങളല്ലേ പ്രഭുവിനെ ഈ നിലയിലാക്കിയത്. ഏത് നിലയ്ക്ക്? ചെറിയ ചെറിയ ചില്ലറ തരികട പരിപാടികളുമായിട്ട് നടന്നവനാ. ഇപ്പൊ വലിയ ഗുണ്ടാത്തലവനല്ലേ. ഒരടി ഉണ്ടാക്കുന്നതിന് 10,000 രൂപ. ഇന്നാള് പ്രതിപക്ഷത്തിന്റെ ജാഥയിടയ്ക്കേറി അടി ഉണ്ടാക്കിയാൽ 50,000 രൂപ വാങ്ങിച്ചത്. അതെ അതെ, വേണ്ടി വന്നാൽ തട്ടുകയും ചെയ്യും. അതിന് കാശ് അല്പം കൂടും. അതൊക്കെ ഞങ്ങൾ കുറപ്പിച്ചു തരാം. അന്താരാഷ്ട്ര ലെവലിലാ അവന്റെ പോക്ക്. സാറിന് ആരെങ്കിലും തട്ടണോ കയ്യും കാലും വെട്ടണോ ഞങ്ങളോട് പറഞ്ഞാൽ മതി, പ്രഭുവിനെ അറേഞ്ച് ചെയ്ത്. അതൊന്നും ഇനി നടക്കൂല. അവൻ ഞങ്ങളെയൊക്കെ മറന്നു. മിണ്ടിപ്പോരുത്. അതൊക്കെ പോട്ടെ. അത് പോട്ടെ. സാറിനെ മനസ്സിലായില്ല. എന്റെ പേര് സുഭാഷ് ചന്ദ്ര. ഞാൻ ഒരു CBI ഓഫീസർ. ഞങ്ങളൊന്നും ചെയ്യില്ല സർ. ഈ പറഞ്ഞൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്കണം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ പ്രഭുവിനെ നിങ്ങൾക്ക് കാണണം. ഞാൻ കാണിച്ചു തരാം. പക്ഷെ പറയുന്ന പോലെ അനുസരിക്കണം. ശരി സർ, ഞങ്ങൾക്കൊരു ജോലി ശരിയാക്കി തരുമോ? പറയുന്ന പോലെ അനുസരിച്ചാൽ. Come on.